സങ്കീർത്തനം 103 1 മുതലുള്ള വാക്യങ്ങൾ. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എന്റെ സർവാന്തരംഗവുമേ അവന്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവന്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. കർത്താവ് നമുക്ക് വേണ്ടി ചെയ്തത് മറക്കരുത്. കഴിഞ്ഞ നാളുകളിൽ, കഴിഞ്ഞ വർഷങ്ങളിൽ, കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ കർത്താവ് ചെയ്തതൊന്നും മറക്കരുത്. നമ്മൾ ദൈവം ചെയ്ത നന്മകൾ മറക്കുന്നവരാകരുത്. നമ്മൾ ദൈവം ചെയ്യാത്തതൊക്കെ ഓർക്കുന്നവരാ, പക്ഷെ ദൈവം ചെയ്തതൊക്കെ വേഗത്തിൽ മറക്കുന്നവരാ. ദൈവം ചെയ്ത ഇടപെടലുകൾ, ദൈവം അയച്ച വിടുതലുകൾ, ദൈവം അയച്ച സൗഖ്യം, ദൈവം തന്ന സമാധാനം, ദൈവം തന്നതൊക്കെ പെട്ടെന്ന് വേഗത്തിൽ മറക്കുന്നവരാ നമ്മള്. എന്നാൽ വേദപുസ്തകം പറയാണ്, അവന്റെ ഉപകാരങ്ങൾ ഒന്നും മറക്കരുത്. അവൻ നിനക്ക് വേണ്ടി പകരക്കാരനായത് മറക്കരുത്. അവൻ നിനക്ക് വേണ്ടി പീഡ സഹിച്ചത് മറക്കരുത്. അവൻ നിനക്ക് വേണ്ടി രക്തം ചിന്തിയത് മറക്കരുത്. അവൻ നിനക്ക് വേണ്ടി ശപിക്കപ്പെട്ടവനായി തീർന്നത് മറക്കരുത്. അവൻ നിനക്ക് വേണ്ടി ദരിദ്രനായി തീർന്നത് മറക്കരുത്. അവൻ നിനക്ക് വേണ്ടി എല്ലാമായി മറക്കരുത്. എത്ര തകർന്നു പോകേണ്ട അവസ്ഥയിൽ നിന്ന്, എത്ര നശിച്ചു പോകേണ്ട അവസ്ഥയിൽ നിന്ന്, എത്ര ഒരുപക്ഷെ ഇതിനകത്തിരിക്കുന്ന പലരും ഇന്ന് ഭൂമുഖത്ത് ഉണ്ടാകേണ്ടവരല്ല. എന്നിട്ടും അവിടെ നിന്ന് നമ്മളെ അത്ഭുതകരമായി വിടുവിച്ച്, നമ്മളെ സഹായിച്ച്, നമ്മളെ സ്നേഹിച്ച്, നമ്മളെ വഴി നടത്തി, നമ്മളെ മാന്യരാക്കി, നമ്മളെ നിന്ദിക്കപ്പെടേണ്ട അവസ്ഥയിൽ നിന്ദിക്കപ്പെട്ട് മാറ്റി നിർത്തപ്പെടേണ്ട അവസ്ഥ, അപമാനിക്കപ്പെടേണ്ട അവസ്ഥ, മറ്റുള്ളവരുടെ മുമ്പിൽ നാണം കെട്ട് നിൽക്കേണ്ട സ്ഥലത്ത് നിന്ന് അവൻ നമ്മളെ വിടുവിച്ച്, അവരുടെ മുമ്പിൽ നമ്മളെ മാന്യനാക്കി അവൻ നിർത്തി. തല കുനിഞ്ഞിരുന്ന നമ്മുടെ തലയെ ഉയർത്തി അവൻ നിർത്തി. കടങ്ങൾ കൊണ്ട് കടബാധ്യതയ്ക്കകത്ത് വീണു പോകേണ്ട നീ, രോഗത്തിനകത്ത് വീണു പോകേണ്ട നീ, ശാപത്തിനകത്ത് വീണു പോകേണ്ട നീ, നിന്ദനങ്ങളുടെ അകത്ത് വീണു പോകേണ്ട നീ, മനുഷ്യരുടെ ചതിക്കകത്ത് വീണു പോകേണ്ട നീ, നിന്നെ അവൻ വിടുവിച്ച്, നിന്നെ അവൻ മാനിച്ച്. അതുകൊണ്ട് അവന്റെ ഉപകാരങ്ങൾ ഒന്നും മറന്നു പോകരുത്. അവൻ നിനക്ക് വേണ്ടി ചെയ്തത് മറക്കരുത്. ഇന്നലകളിൽ നീ അനുഭവിച്ച കഷ്ടതകൾ, നീ അനുഭവിച്ച വേദന, നീ അനുഭവിച്ച അപമാനം, നീ അനുഭവിച്ച നിന്ദനത്തിനകത്തുനിന്ന് നിന്നെ വിടുവിച്ച് ഇന്ന് പകൽ നിന്നെ മാന്യതയോടെ ഇതിനകത്ത് ഇരുത്തിയത് കർത്താവാണ്. അതുകൊണ്ട് വേദപുസ്തകം പറയുന്നു, ഈ വർഷം അവസാനിക്കുമ്പോൾ ദൈവത്തിന്റെ ദൂതിതാണ് നിങ്ങളോടും എന്നോടും. ദൈവം പറയാ, അവന്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. അവന്റെ ഉപകാരങ്ങൾ മറക്കരുത്. നിന്നോട്, നിന്റെ ജീവിത പങ്കാളിയോട്, നിന്റെ കുഞ്ഞുങ്ങളോട്, നിന്റെ മക്കളോട്, നിന്റെ കൊച്ചുമക്കളോട്, നിന്റെ പേരൻസിനോട് അവൻ ചെയ്ത ഉപകാരങ്ങളൊന്നും മറക്കരുത്.